ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. നബിദിനത്തിൽ വിവിധ മഹല്ല് കമ്മിറ്റികൾ നടത്തിയ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. കൃഷിഭവന്റെ സഹായത്തോടെ കോട്ടൂളിയിൽ നടന്ന ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ശ്രദ്ധേയമായി. വെസ്റ്റിൽ അഭയമന്ദിരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ വേറിട്ടതായി. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. നാടകവും നാടൻപാട്ടും നൃത്തവും കളരിപ്പയറ്റും മാപ്പിള കലകളും എല്ലാം ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത്. ബീച്ചിലെ പ്രധാന വേദിയായ ഫ്രീഡം സ്ക്വയറിൽ നടി ലക്ഷ്മി ഗോപാലസ്വാമിയും സംഘവും ആടിത്തിമിർത്ത നൃത്തസന്ധ്യയും കോഴിക്കോടൻ തമാശകളിലൂടെ കേരളമാകെ ചിരിപടർത്തിയ ഹാസ്യ താരങ്ങളായ ഹരീഷ് കണാരനും നിർമ്മൽ പാലാഴിയും ചേർന്നൊരുക്കിയ കോമഡി നൈറ്റും ഉത്രാട രാത്രിയെ അവിസ്മരണീയമാക്കി. ഇയാളുള്ള സ്റ്റേജ് മൊത്തം വിശിഷ്ടാതിഥി ഉദ്ഘാടനമൊക്കെ ഇന്നലെ കഴിഞ്ഞത് എല്ലാ സ്റ്റേജിലും വന്ന് വിശിഷ്ടാതിഥി പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് വന്നത് എനിക്ക് മനസ്സിലായില്ല. ഏടോ എന്റെ അവിടുന്ന് വിളിച്ച്. ആര് വിളിച്ച്? സതീശൻ. സതീശനേടോ. ഏത് സതീശൻ? ഏതൊക്കെ സതീശൻ അറിയൂ? ഞാനിപ്പം മൊത്തമായിട്ട് അറിയുന്ന നമ്മുടെ മുഖ്യമന്ത്രി. മാനാഞ്ചിറ സ്ക്വയറിലെ വേദിയിൽ കോഴിക്കോട് കളരിപ്പയറ്റ് അസോസിയേഷന്റെ കളരിപ്പയറ്റോടെയാണ് തുടക്കമായത്. പട്ടറോഡ് ബീച്ചിലെ വേദിയിൽ മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഗാനമേള അവതരിപ്പിച്ചു. കുറ്റിച്ചിറയിലെ വേദിയിൽ ബാപ്പു വെള്ളിവറമ്പും സംഘവും ഗാനമേളയും കോൽക്കളിയും അവതരിപ്പിച്ചു. തളിയിലെ വേദിയിൽ അനിൽ ദാസിന്റെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാനി ഗസൽ അരങ്ങേറി.
തുടർന്ന് ഈ വേദിയിൽ അശ്വതി ശ്രീകാന്തും സംഘവും ഭരതനാട്യം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നബിദിനത്തിൽ വിവിധ മഹല്ല് കമ്മിറ്റികൾ നടത്തിയ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികളോടെ നടന്ന ഘോഷയാത്രകളിൽ നിരവധി കുരുന്നുകൾ പങ്കെടുത്തു. മുദാക്കര മഹല്ല് കമ്മിറ്റിയും യാസിൻ സെക്കൻഡറി മദ്രസയും ചേർന്ന് സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് പ്രസിഡന്റ് പി അബൂബക്കർ ഹാജി പതാകയുയർത്തി. ഖത്തീബ് മുഹമ്മദ് ദാരിമി തുവൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് സെക്രട്ടറി കെ പി റിയാസ് ഹാജി, ട്രഷറർ എം ബഷീർ ഹാജി, സദർ അബ്ദുൽ റസാഖ് മുസലിയാർ, മദ്രസ പ്രസിഡന്റ് പി വി താജുദ്ദീൻ, സെക്രട്ടറി കെ പി റാഫി, വി പി അബ്ദുൽ ജബ്ബാർ, എൻ കെ ഇബ്രാഹിം ഹാജി, കെ ടി ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൃഷിഭവന്റെ സഹായത്തോടെ കോട്ടൂളിയിൽ നടന്ന ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ശ്രദ്ധേയമായി. ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. വെള്ളയും മഞ്ഞയും ഓറഞ്ചും നിറമുള്ള ചെണ്ടുമല്ലികളാണ് വിളവെടുത്തത്. കൃഷിഭവന്റെ സഹായത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ 25-ാം വാർഡിൽ കോട്ടൂളി പൈപ്പ് ലൈൻ റോഡ് കാരിയൽ പറമ്പിൽ 10 സെന്റ് സ്ഥലത്ത് വെള്ളയും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള 900-ഓളം ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ ആദ്യ വിളവെടുപ്പ് നടത്തി. കൃഷി ഓഫീസർ നാരായണൻ, വാർഡ് കൺവീനർ രജുല ഷിജിത്ത്, കോർഡിനേറ്റർ സുനിൽകുമാർ പി, ലത ശിവദാസ്, സുരേഷ് പട്ടാടത്ത്, വി ടി ശിവദാസ്, ഡാനി തോമസ്, സി കെ പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് കൃഷിഭവന്റെ സഹായവും ഉണ്ടായിരുന്നു. 50ഓളം കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച തിരുവാതിര കളിയും മാവേലി വേഷവും ചെണ്ടമേളവും ചടങ്ങിന് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. Calicut, a city of ancient heritage, rich spices, timeless love, and countless stories. Miles of travel for a treatment we never imagined we would need. World-class healthcare, India's best, was waiting for us here. There is a rare warmth in its people, a kindness in their eyes that brings peace. Accepting his diagnosis in oncology was the hardest moment of our lives. We placed our trust where innovation meets compassion in the world of robotic surgery. Love, compassion, and a promise fulfilled. His progress is beyond words. Today, we live with hope in our eyes and gratitude in our hearts. To every face at Aster MIMS Calicut, thank you for treating us so well. We will treat you well. Aster MIMS Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. ടെക്നോളജിയുടെ പുതിയ മുഖവുമായി മൈജി ഫ്യൂച്ചർ ഇനി മുതൽ നമ്മുടെ മുഖത്തും. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കമ്പാളത്തിന് സമീപം, മുക്കം. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വീണ്ടും ആവേശപൂരമൊരുക്കി ദി ഗ്രേറ്റ് ബോംബെ സർക്കസ് എത്തുന്നു. ഓഗസ്റ്റ് 14 മുതൽ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്. ദിവസവും 3 ഷോകൾ. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 7:30. സ്ഥലം കോഴിക്കോട് ബീച്ച്, ടാഗോർ ഹാളിന്റെ പിറകുവശം. കുടുംബത്തോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ കടപ്പുറത്തേക്ക് പോന്നോളൂ. ഈ വിസ്മയ അനുഭവങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തതയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകൾ തുടരുന്നു. വെസ്റ്റ് ഹിൽ അഭയ മന്ദിരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ വേറിട്ടതായി. പൂർ ഹോം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. പൂർ ഹോം സൊസൈറ്റി കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലമായി നടത്തിയിരുന്ന സ്തുത്യർഹമായ സേവനം മഹനീയമാണെന്നും വാർദ്ധക്യത്തെ ആഘോഷമാക്കണമെന്നും മനുഷ്യ മനസ്സിൽ മാനവികതയും പരസ്പര സ്നേഹവും സഹവർത്തിത്വവും വളർത്താൻ സാമൂഹ്യ ഓണാഘോഷങ്ങൾ കൊണ്ട് സാധിക്കണമെന്നും പൂർ ഹോം സൊസൈറ്റി അഭയമന്ദിരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ പറഞ്ഞു. പൂർ ഹോം സൊസൈറ്റി വെസ്റ്റ് ഹിൽ അഭയമന്ദിരത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എസ് ജയശ്രീ. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് 24 ഹെൽത്ത് സെന്റർ നമ്മൾ പണിഞ്ഞിരുന്നു. അതിലൊരെണ്ണം ഇവിടെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ പലതവണ ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കാണിച്ചു തന്ന ഒരു കെട്ടിടം ഫിറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്കതിവിടെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അതിലെപ്പോഴും ഒരു ഖേദം തോന്നിയിരുന്നു. കാരണം ഇപ്പോൾ വയോമിത്രം ക്യാമ്പ് ഉള്ളതുപോലെ അല്ല, സ്ഥിരമായിട്ടൊരു ഹെൽത്ത് സെന്റർ ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ ഓണസന്ദേശം നൽകി. വിഷമങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ, ശ്രീരാമന് 14 വർഷം വനവാസം. ശ്രീരാമൻ നമ്മളെ ചരിത്രത്തിലൊക്കെ നമ്മൾ പറയുന്നത് എന്താ? മര്യാദ പുരുഷോത്തമനാണ്, വളരെ നല്ല ഭരണാധികാരിയാണ്, എല്ലാമാണ് ശ്രീരാമൻ. ആ ശ്രീരാമനും 14 വർഷം വനവാസം. സൊസൈറ്റി പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ലൈല ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. സൊസൈറ്റി സെക്രട്ടറി സുധീഷ് കേശവപുരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ, സ്വരമഞ്ചേരി ഭാരവാഹികളായ നൌഷാദ് കോഴിക്കോട്, സുരേഷ് കുമാർ, സൂപ്രണ്ട് റീജാബായ്, സി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. മെഗാ പൂക്കളം, മാവേലിയ വരവേൽക്കൽ, ജീവനക്കാരുടെയും താമസക്കാരുടെയും തിരുവാതിരക്കളി, ഒപ്പന, വിവിധ ഓണക്കളികൾ, സ്വരമഞ്ചേരി കോഴിക്കോടിന്റെ ഗാനമേള എന്നിവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണം ആഘോഷമാക്കി വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ. ഓണസദ്യയും വിവിധ കലാമത്സരങ്ങളും പ്രദേശത്തിന്റെ കൂട്ടായ്മ വിളിച്ചോതുന്നതായിരുന്നു. ഗുരുക്കൾ കാവ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഈ വർഷത്തെ ഓണാഘോഷവും വാർഷികാഘോഷവും രാവിലെ ഓണപ്പൂക്കളമൊരുക്കി ആരംഭിച്ചു. ശേഷം ഓണക്കളികൾ, ഓണസദ്യ തുടങ്ങി വിവിധ പരിപാടികളോടെ ഓണാഘോഷം സമാപിച്ചു. ശേഷം നടന്ന വാർഷികാഘോഷ പരിപാടികൾ 49 ഡിവിഷൻ കൗൺസിൽ ഷിനു പിണ്ണാണത്ത് ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ പയ്യേരി അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ പോലീസ് SHO ജൈൻ KS ഉന്നത വിജയം നേടിയവരെ ആദരിച്ച് ട്രോഫികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ അശോകൻ പോത്താഞ്ചേരി, സഞ്ജയൻ VP, സുരേഷ് തൊട്ടുങ്ങൽ, ലീന അത്രപ്പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ബിനു വെള്ളപ്പാലി സ്വാഗതവും മിനി തൊട്ടുങ്ങൽ നന്ദിയും പറഞ്ഞു. ബേപ്പൂർ തമ്പി റോഡ് കദംബ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സമുചിതമായി ആഘോഷിച്ചു. ആഘോഷം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാജീവ് ഉദ്ഘാടനം ചെയ്തു.
ഡോക്ടർ ടി.പി. മെഹറൂഫ് രാജ് മുഖ്യാതിഥിയായി. പഴമയെയും പുതുമയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി. പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ ആശംസ പറഞ്ഞു. പി. രവീന്ദ്രൻ, മുകുന്ദൻ തിലോത്തമ എന്നിവർ സംസാരിച്ചു. എൻ. സത്യനാഥൻ, പി. കേശവൻ, ജയരാജൻ ടി എന്നിവർ നേതൃത്വം നൽകി. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയിം ധ്യാന സി രാജിനെ അനുമോദിച്ചു. ഓണസദ്യയും സുന്ദരൻ, സനീഷ് എസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ കായിക കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വസ്ത്രങ്ങളും കിറ്റുകളും ചികിത്സാ സഹായവും എല്ലാം വിതരണം ചെയ്ത് ദയാ വെള്ളിപ്പറമ്പിന്റെ ഓണാഘോഷം. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടികൾ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SV മുഹമ്മദ് ഷമീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് വെള്ളിപ്പറമ്പ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ബീച്ചിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SV മുഹമ്മദ് ഷമീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ആഘോഷങ്ങളെന്നും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആഘോഷങ്ങൾ മാനവിക സൗഹൃദ സന്ദേശമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണവസ്ത്ര വിതരണം പ്രമുഖ സ്കോളർ പ്രൊഫസർ കുര്യാക്കോസ് വട്ടമറ്റവും ചികിത്സാ സഹായ വിതരണം ക്രാഫി ഇന്നവേഷൻസ് ഡയറക്ടർ സിദ്ദീഖ് കാഞ്ഞിരത്തിങ്ങലും നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി VP മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. K. ബഷീർ സ്വാഗതവും ഡയറക്ടർ ടി. റഹീദ നന്ദിയും പറഞ്ഞു. ശ്രീ മനോജ്, സുമി മണ്ണൂർ, സുലൈഖ ബാലുശ്ശേരി, മുജീബ് പെരുമണ്ണ, കുഞ്ഞാമിന, K. മുഹമ്മദ്, ജയരാജൻ, അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വീണ്ടും ആവേശപൂരമൊരുക്കി ദി ഗ്രേറ്റ് ബോംബെ സർക്കസ് എത്തുന്നു. ഓഗസ്റ്റ് 14 മുതൽ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്. ദിവസവും 3 ഷോകൾ. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 7:30. സ്ഥലം കോഴിക്കോട് ബീച്ച്, ടാഗോർ ഹാളിന്റെ പിറകുവശം. കുടുംബത്തോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ കടപ്പുറത്തേക്ക് പോന്നോളൂ. ഈ വിസ്മയാനുഭവങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. Calicut, a city of ancient heritage, rich spices, timeless love, and countless stories. Miles of travel for a treatment we never imagined we would need. World-class healthcare, India's best, was waiting for us here. There is a rare warmth in its people, a kindness in their eyes that brings peace. Accepting his diagnosis in oncology was the hardest moment of our lives. We placed our trust where innovation meets compassion in the world of robotic surgery. Love, compassion, and a promise fulfilled. His progress is beyond words. Today, we live with hope in our eyes and gratitude in our hearts. To every face at Aster MIMS Calicut, thank you for treating us so well. We will treat you well. Aster MIMS Hospital, Calicut. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകൾ തുടരുന്നു. പച്ചക്കറികൾ കൊണ്ട് തീർത്ത മെഗാ പൂക്കളം ശ്രദ്ധേയമായി. ദ വൈറ്റ് സ്കൂൾ ഇന്റർനാഷണലിലാണ് ഈ വേറിട്ട പച്ചക്കറി കളം തീർത്ത് ഓണം ആഘോഷിച്ചത്. പാരമ്പര്യത്തിന്റെയും ഒരുമയുടെയും സഹജീവി സന്ദേശത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് ദി വൈറ്റ് സ്കൂൾ ഇന്റർനാഷണലിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷങ്ങൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഇത്തവണത്തെ ഓണം അവിസ്മരണീയമാക്കിയത്.
പ്രധാന ആകർഷണമായി സ്കൂളിലെ ടെന്നീസ് കോർട്ടിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൂക്കൾക്ക് പകരം വിവിധ നിറങ്ങളിലും ആകൃതിയിലുമുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് നിർമ്മിച്ച 10 മീറ്റർ വ്യാസമുള്ള കൂറ്റൻ പച്ചക്കറി പൂക്കളം ശ്രദ്ധേയമായി. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച കാലം മുതൽ പൂക്കൾക്ക് പകരം പച്ചക്കറികൾ ഉപയോഗിച്ച് കളമൊരുക്കുന്ന മാതൃകാപരമായ രീതിയാണ് ദി വൈറ്റ് സ്കൂൾ പിന്തുടരുന്നത്. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറികളാണ് മെഗാ പൂക്കളത്തിനായി ഉപയോഗിച്ചത്. ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കാതെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന ആശയമാണ് ഇതിലൂടെ മുൻപോട്ട് വയ്ക്കുന്നത്. പൂക്കളത്തിന് ശേഷം ഈ പച്ചക്കറികൾ സ്കൂളിലെ സപ്പോർട്ട് സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്കും വിതരണം ചെയ്യും. ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. തിരുവാതിര, ഓണപ്പാട്ടുകൾ, നൃത്തങ്ങൾ, ഓണസദ്യ തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. കേവലം പഠനത്തിനപ്പുറം മാനവിക മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്വവും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട ആഘോഷം സംഘടിപ്പിച്ചതെന്ന് ഹൈലൈറ്റ് എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടറും ഹെഡ് ഓഫ് സ്കൂൾസുമായ ഡോക്ടർ പത്മ ഹരിഹരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ഫോക്ക് കോഴിക്കോട് ബീച്ച് ശുചീകരിച്ചു. ഫോക്ക് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കാളികളായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പൊതുജനങ്ങളിൽ ശുചിത്വബോധം വളർത്തുന്നതിന്റെയും ഭാഗമായാണ് ഫോക്കിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. ശുചീകരണ പ്രവർത്തനത്തിൽ ഫോക്ക് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലേറെ അംഗങ്ങൾ പങ്കെടുത്തു. പ്രവർത്തനത്തിന് ഫോക്ക് ഖത്തർ പ്രസിഡന്റ് ഉസ്മാൻ കെ, ജനറൽ സെക്രട്ടറി ബിജു CK, ട്രഷറർ മൻസൂർ അലി, ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ MB, വൈസ് പ്രസിഡന്റ് ശരത് C എന്നിവരും മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. ചടങ്ങിൽ കോർപ്പറേഷൻ പ്ലാനിംഗ് സെൽ സൂപ്രണ്ട് അനിൽകുമാർ, ക്ലീൻ സിറ്റി മാനേജർ ദിലീപ്, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശശി എന്നിവരും സംബന്ധിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഓർമ്മിപ്പിക്കുന്നതിനായി ഫോക്ക് സ്ഥാപിച്ച ബോർഡ് പ്രസിഡന്റ് ഉസ്മാൻ കെ അനാച്ഛാദനം ചെയ്തു. സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തത്തിലൂടെ നമ്മുടെ തീരപ്രദേശങ്ങളെയും പൊതുസ്ഥലങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതിയ ശുചീകരണ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കോഴിക്കോട് നഗരത്തിന്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഫ്രണ്ട്സ് ഓഫ് കോഴിക്കോട് ഖത്തർ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. നബിദിനത്തിൽ വിവിധ മഹല്ല് കമ്മിറ്റികൾ നടത്തിയ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. കൃഷിഭവന്റെ സഹായത്തോടെ കോട്ടൂളിയിൽ നടന്ന ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ശ്രദ്ധേയമായി. വെസ്റ്റിൽ അഭയ മന്ദിരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ വേറിട്ടതായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.